ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, ഒന്നും വേണ്ടെന്ന്. ഇപ്പൊ എന്തായി? മോള് പറഞ്ഞത് അവരാരും വിശ്വസിച്ചില്ല. എല്ലാവർക്കും വിശ്വാസം സീതേച്ചിയാ. അതുകൊണ്ടാ ഞാൻ നേരത്തെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതെ നിന്നത്. അച്ഛനെയും മഹിയേട്ടനും തെറ്റി പറയാൻ പറ്റില്ലമ്മേ. അവരെ രണ്ടുപേരെയും ആ സ്ത്രീ സ്നേഹം നടിച്ച് മയക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോ നമ്മൾ പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കില്ല. ഇനി എന്തേലും ആയിക്കോട്ടെ, മോൾ അതൊന്നും ശ്രദ്ധിക്കാതെ മോളുടെ കാര്യം നോക്കി ജീവിച്ചാ മതി. ആരുവിന്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞു. ഇല്ലമ്മേ, അങ്ങനെ വരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മഹിയേട്ടനും അച്ഛനും സത്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എല്ലാം സീതമ്മയുടെ വായിൽ നിന്ന് കേൾക്കണം. ഇനി എന്റെ ശ്രമം അതിനാണ്. മോളെ ആരു, ഇനിയും അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ പേടി എനിക്ക് മനസ്സിലാകും. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ദൈവമെല്ലാം കാണുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഇന്ദുവിനോട് ഉറപ്പോടെ പറഞ്ഞ് ആരും ഇനിയൊന്നും പറയാൻ നിൽക്കാതെ അവരെയും കൂട്ടി ഉള്ളിലേക്ക് പോയി. ഇന്ദുവിനെ റൂമിലാക്കി ആരും നേരെ പോയത് സീതയുടെ റൂമിലേക്കായിരുന്നു. അവരെ ആശ്വസിപ്പിച്ച റൂമിലാക്കി സൂര്യയും മഹിയും പോയിരുന്നു. ആര് സീതയുടെ റൂമിലേക്ക് വരുമ്പോൾ അവർ ഫ്രഷായി ഡ്രസ്സ് മാറ്റി ദേഷ്യത്തിൽ ബെഡിലിരിക്കുകയായിരുന്നു. കൊള്ളാം സീതമ്മേ, നിങ്ങൾ നല്ലൊരു നടിയാണ്. എന്താ അഭിനയം? ബെഡിലിരിക്കുന്ന സീതയെ നോക്കി മാറിൽ കൈകൾ പിണച്ച് കെട്ടിവെച്ചുകൊണ്ട് ആരു പറഞ്ഞതും അവരവളൊന്ന് രൂക്ഷമായി നോക്കി. അയ്യോ, ഇങ്ങനെ നോക്കില്ലേ, ഞാൻ പേടിച്ചു പോകും. തന്നെ തുറച്ചു നോക്കുന്ന സീതയെ കണ്ട് മുഖത്ത് ഭയം വരുത്തിക്കൊണ്ട് ആരു പറഞ്ഞു. നിനക്ക് എന്താ ആരുഷി വേണ്ടത്? ആരുവിന്റെ പരിഹാസം സഹിക്കവയ്യാതെ സീത ചോദിച്ചു. നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം, അതാ എനിക്ക് വേണ്ടത്. ഇതിന് പിന്നിലും നീയാണെന്ന് എനിക്ക് അറിയാം. അനുഭവിക്കും നീ ഇതിന്. ഇല്ലെങ്കിൽ അനുഭവിച്ചിട്ടേ ഞാൻ വിടൂ. മായിക്കൊണ്ടെന്റെ മനസ്സിൽ നിന്നുള്ള വിരോധം നിറച്ച് അവനെ കൊണ്ട് തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടിയിപ്പിക്കും ഞാൻ. പകയേരിയെന്ന കണ്ണോട് ആരുവിനെ നോക്കി അവർ പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ എന്ന് ഇവിടെ ഉണ്ടാകും. ഈ സാത്താന ദൈവം പന പോലെ വളർത്തുന്നത് എന്തിനാണെന്നറിയോ? അത് വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അതിന്റെ കടക്കിൽ വെച്ച് വെട്ടി വീഴ്ത്താനാ. അങ്ങനെ വെട്ടി വീഴ്ത്തും. ഇപ്പൊ ഈ നന്മമരം കളിച്ച് ജീവിക്കുന്ന നിങ്ങളെ ഞാൻ അന്ന് ഇപ്പൊ നിങ്ങൾ ചങ്കിലേറ്റി കൊണ്ടു നടക്കുന്ന അച്ഛനും മഹിയേട്ടനും തന്നെയായിരിക്കും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ആട്ടി ഇറക്കാൻ പോകുന്നത്. സീതയെ നോക്കി ആര് പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് സീതയുടെ ചുണ്ടിൽ പുച്ഛന്നിടഞ്ഞു. നീ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഈ ജന്മം അതൊന്നും സൂര്യയും മഹിയും വിശ്വസിക്കാൻ പോകുന്നില്ലടി. ആത്മവിശ്വാസത്തോടെ പറയുന്നവരെ കണ്ട ആരുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി പിരിഞ്ഞു. എല്ലാ കാലവും സത്യം മൂടിവെക്കാൻ പറ്റില്ല. ഒരു നാൾ സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ കൊണ്ടുവരും ഞാൻ. കാത്തിരുന്നു നിങ്ങൾ. സീതയെ നോക്കി അത്രമാത്രം പറഞ്ഞ് ആര് തിരിഞ്ഞു നടന്നതും സീത ദേശത്തിൽ അവൾ പോയ വഴിയെ നോക്കി പല്ലെറുമ്പി. ആരുവിനെ ഇനിയും വെറുതെ വിട്ടാൽ അത് തന്റെ നിലനിൽപ്പിന് ബാധിക്കും. അങ്ങനെ വന്നാൽ താൻ ഇത്രയും കാലം ചെയ്തത് വെറുതെയാകുന്നു മനസ്സിലായതും സീതയിൽ അസ്വസ്ഥത നിറഞ്ഞു. മഹിയുടെ അമ്മ യാമിനിയെ ഇല്ലാതാക്കിയതുപോലെ ആരുവിനെയും ഇല്ലാതാക്കണമെന്ന് അവർ മനസ്സിൽ കണക്കുകൂട്ടി. അതിനുള്ള കരുക്കൾ നീക്കി ആരുവിനെ ഓർത്ത് ക്രൂരമായി പുഞ്ചിരിച്ചു. ആര് റൂമിൽ വരുമ്പോൾ കാണുന്നത് തന്നെ കാത്തെന്ന പോലെ റൂമിലിരിക്കുന്ന മഹിയാണ്. മഹിയേട്ടൻ കിടന്നില്ലേ? വാതിലടച്ച് ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്ന് മഹിയെ നോക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ആരുഷി. ആരുവിന്റെ അരികിലായി വന്നിരുന്നു കൊണ്ട് മഹി വിളിച്ചു. എന്താ? നീ എന്തിനാ അപ്പച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പച്ചിക്ക് വിഷമായി കാണും. മാഹി പറഞ്ഞത് കേട്ട് ആരുവിനെ തുറച്ചു നോക്കി. നിനക്കറിയാവുന്നതല്ലേ അപ്പച്ചി ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്ന്. നീ ഇന്ന് അപ്പച്ചിയോട് പറഞ്ഞതൊക്കെ അപ്പച്ചിയുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മനസ്സിന് അധികമായി വിഷമം തട്ടിയ അപ്പച്ചിയുടെ സമനില തെറ്റും. മാഹിയൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ആരുവിന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് ആരുവിനോട് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് ആരുവിന്റെ അതിരങ്ങളിൽ പൂച്ചം പിരിഞ്ഞു. അവർക്ക് ഒരു മാനസിക പ്രശ്നവും ഇല്ല മഹിയേട്ട, എല്ലാം അവരുടെ അഭിനയ. മഹിയുടെ കൈക്കുള്ളിൽ നിന്നും തന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് ആര് പറഞ്ഞു. ആരുഷി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരോ നിന്നെ വേണ്ടാതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അത് മിക്കവാറും അവർ തന്നെയാകും. അവസാനം മഹി പല്ല് കടിച്ച് പറഞ്ഞത് കേട്ട് ആരും മഹിയെ സംശയത്തിൽ നോക്കി. ആരെയാ മഹിയായിട്ട് ഉദ്ദേശിക്കുന്നത്? മഹി ആരെയാ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെങ്കിലും ആരും അറിയാത്ത പോലെ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. വേറെ ആരെയാ? എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്ന നീ അമ്മയെന്ന് വിളിച്ച് നടക്കുന്ന അവര് തന്നെ. ഈ കുടുംബം തകരാൻ ആഗ്രഹം അവർക്കാ. മാഹി ഇന്ദുവിനെ ഓർത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ മാഹി പറഞ്ഞു തീരലും ആര് കൈവീശി മാഹിയുടെ കവിളിട്ടൊന്ന് പൊട്ടിച്ചതും ഒപ്പമായിരുന്നു. കിട്ടിയുടെ അടിയുടെ നെടുക്കത്തിൽ പുകയുന്ന കവളും പൊത്തിപ്പിടിച്ച് മാഹി മുഖമുയർത്തിയതും കണ്ടു തന്റെ മുന്നിൽ ദേഷ്യത്തിൽ ഭദ്രകാളി കണക്ക് ഉറഞ്ഞു തുള്ളി നിൽക്കുന്നത്. മാഹി പകപ്പോടോ ആരുവിനെ തന്നെ നോക്കുന്നു. ആ അമ്മയെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ആ അമ്മയുടെ സ്നേഹത്തിന് നിങ്ങൾ ഒരിക്കലും അർഹതപ്പെട്ടവനല്ല. ശരിക്കും ചെകുത്താൻ തന്നെയാ നിങ്ങൾ. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ചെകുത്താൻ. ആരും മഹിയെ എരിയുന്ന കണ്ണോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരുഷി, മിണ്ടരുത് നിങ്ങൾ. ഞാൻ പറഞ്ഞു കഴിയാതെ വാ തുറക്കരുത്. തുറന്ന ഇനിയും കിട്ടും.
മാഹി തന്നെ വിളിച്ച് മുഴുവനാക്കും മുമ്പ് ആര് ദേഷ്യത്തിൽ പറഞ്ഞതും മാഹി അവളുടെ ഭാവം കണ്ട് പേടിച്ച് വാടിച്ചു വെച്ചു. അച്ഛനോടും അമ്മയോടുള്ള നിങ്ങളുടെ ഈ വാശിയുണ്ടല്ലോ, അതത്ര നല്ലതല്ല. എന്തെങ്കിലും നിങ്ങളവിടെ മനസ്സ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിങ്ങനെ സംസാരിക്കില്ല. നിങ്ങളുടെ അമ്മയെ മറന്ന അച്ഛൻ ഒരിക്കലും വേറെ ആരെയും ഭാര്യയായിട്ട് കണ്ടിട്ടും സ്വീകരിച്ചിട്ടുമില്ല. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന കൂട്ടുകാരിയുടെ പ്രാണനായിരുന്ന ഭർത്താവിനെ അവരുടെ വിയോഗത്തിലൂടെ തട്ടിയെടുക്കാൻ മാത്രം ദുഷിച്ച മനസ്സുള്ള ആളല്ല ഇന്ദു അമ്മ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മക്കും സന്തോഷത്തിനും വേണ്ടിയായിരുന്നു അച്ഛനും അമ്മയും ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പരസ്പരം അംഗീകരിക്കാൻ പോലും പറ്റാതെ ഒരു റൂമിന്റെ 2 ഭാഗത്തായിട്ട് അവർ കഴിയുന്നത്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതോ? ആര് ദേഷ്യത്തിൽ വിളിച്ച് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ മാഹി അറിഞ്ഞിരുന്നു. എന്തിനോ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ അമ്മയുടെയും അച്ഛന്റെയും നല്ല ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാ അവർ കളഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവരിൽ നിന്നും അകന്നതും അവരെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നതും നിങ്ങളാ. എന്നിട്ടും ആ അമ്മ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ ഭാഗ്യം വേണം. കിട്ടിയ ഭാഗ്യം തട്ടിക്കളയുക നിങ്ങൾ ചെയ്തത്. മരിച്ച് മണ്ണടിഞ്ഞു പോയ നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് പോലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവരെ വേദനിപ്പിക്കുന്നതിൽ നിങ്ങൾ വെറുതിട്ടുണ്ടാകും. സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട, അവരെ വേദനിപ്പിക്കരുത്. പിന്നെ നിങ്ങളുടെ അപ്പച്ചി, അവർ നല്ലൊരു നടിയാ. അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നവും എല്ലാം അവരുടെ അഭിനയ. അവരെ രക്ഷിക്കാൻ അവർ ചെയ്യുന്ന നെറുകേട് എന്റെ അമ്മയുടെ മേൽ കൊണ്ടിട്ടാ ഞാൻ കേട്ടോണ്ടിരിക്കില്ല. അതോർക്കാനാ ഈ അടി. ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചുറ്റുമെന്ന് നോക്ക് മഹിയേട്ടാ, അപ്പം മനസ്സിലാകും സത്യം. മഹിയെ നോക്കി അത്രമാത്രം പറഞ്ഞ് നിറഞ്ഞ കണ്ണൊപ്പി ആരും ബാത്റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴും മഹി ഒന്നും വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. അല്ലെങ്കിലും കുഞ്ഞുനാളിൽ അവന്റെ മനസ്സിൽ കുത്തിനിറച്ചു കൊടുത്ത വിഷം ഇന്ദുവിനെയും സൂര്യയെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധം അവന്റെ ഉള്ളിൽ കാർന്നു തിന്നിരുന്നു. ആര് ഫ്രഷായി ഇറങ്ങുമ്പോൾ റൂമിൽ മഹിയില്ലായിരുന്നു. ബാൽക്കണിയിൽ നിന്നും പുകച്ചുരുൾ ഉയർന്നത് കണ്ടെങ്കിലും ആരത് കാര്യമാക്കാതെ ബെഡിൽ കിടന്നു. കിടന്നതും അന്നത്തെ ക്ഷീണം കാരണം അധികം വൈകാതെ ആരും ഉറക്കത്തെ പുലുകിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. സീത സൂര്യക്കും മഹിക്കും മുന്നിൽ നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്നു. അന്ന് അടി കിട്ടിയ പോയതിൽ പിന്നെ സീതയുടെ കാമുകൻ ഷെരീഫിനെ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ കണ്ടിരുന്നില്ല. സീതയുടെ കപട സ്നേഹം കാണുമ്പോൾ ആരുവിന് ദേഷ്യം വിറഞ്ഞു കയറും. എങ്കിലും ഒരു അവസരത്തിനായി ആരു ക്ഷമയോടെ കാത്തിരുന്നു. ഇതിൻ്റെ ഇടയിൽ അന്നത്തെ പ്രശ്നം കാരണം ആരുവിനും മഹിക്കും ഇടയിൽ ചെറിയൊരു അകലം വന്നത് സീത ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ഇടയിലെ അകലം അവർ വല്ലാതെ സന്തോഷിപ്പിച്ചു. കൂടെ എരുതിയിൽ എണ്ണൊഴിക്കും പോലെ അവരിരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അന്ന് ആരും സ്കൂളിലേക്കായിരുന്നു പോയിരുന്നത്. ബെല്ലടിച്ചതും തനിക്കരികിൽ ഒഴിഞ്ഞു കിടക്കുന്ന ചെയർ കണ്ട് ആരും ഒന്ന് നിശ്വസിച്ച് ബുക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഓടിപ്പിടിച്ച് വരുന്ന കാത്തുവിനെ ആര് കാണുന്നത്. ആരുവിനെ കണ്ടതും കാത്തൊരു ആശ്വാസത്തിൽ അവൾക്ക് അരികിലേക്ക് വന്നു. എന്താ കാത്തു വൈകിയത്? ആര് ചെറു ചിരിയോടെ കാത്തുവിനോട് ചോദിച്ചു. ബസ് കിട്ടിയില്ലടി. സാരി തലപ്പ് കൊണ്ട് കഴുത്തിലെ വിയർപ്പൊപ്പിക്കൊണ്ട് കാത്തു പറഞ്ഞ് സൈൻ ചെയ്യാൻ ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് നടന്നതും ആരും കൂടെ പോയി. വൈകി വന്നതിന് ഹെഡ് മാസ്റ്റർ കാത്തുവിനെ വഴക്ക് പറയാൻ ഒരുങ്ങിയെങ്കിലും വാതിലിനരികിൽ നിൽക്കുന്ന ആരുവിനെ കണ്ടതും പിന്നെ ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്തായാലും ആകെ ഒരു പാട്ടം? കാർത്തു ആരുവിനെ ആകെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. മനസ്സിനിപ്പോൾ ഒരു സുഖമില്ലടി. ആ സുഖമില്ലായ്മ ശരീരത്തെ ബാധിച്ചു തുടങ്ങി, അത്രേ ഉള്ളൂ. നിസ്സംഗിയായ ഒരു ചിരിയോട് ആര് പറഞ്ഞു. എന്ത് പറ്റി ആരു നിനക്ക്? നീ നിന്നെ ചെകുത്താനായി ഉടക്കിയോ? കാർത്തു ആദിയോടെ പാറുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് അതൊന്നുമല്ല, ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ ക്ലാസ്സിലേക്ക് പോക്കോ. ആര് പറഞ്ഞത് കേട്ട് കാർത്തു പിന്നെ ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് പോയി. ആയുഷുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ആദ്യമായിട്ടായിരുന്നു കാർത്തു സ്കൂളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കണ്ട് പലരും പലതും പടക്കം പറഞ്ഞ് ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാർത്തു അതൊന്നും കാര്യമാക്കിയില്ല. ഉച്ചയ്ക്ക് ശേഷം 2 പേർക്കും ഒരു പീരീഡ് ഫ്രീ ആയിരുന്നു. ആ സമയം ആര് കാർത്തുവിനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിന്റെ സൈഡിലുള്ള മാവിന്റെ ചുവട്ടിൽ ഇരിപ്പിടത്തിൽ പോയിരുന്നു. ഇനി പറ, എന്താ പ്രശ്നം? ആ സീതത്തള്ളയാണോ പ്രശ്നം? അവർ തന്നെയാണ്. കാർത്തുവിന്റെ ചോദ്യത്തിന് ആരും ഉണ്ടായത് മുഴുവൻ പറഞ്ഞതും ദേഷ്യം കൊണ്ട് കാർത്തുവിന്റെ മുഖം ചുവന്നു. സാരല്ലടി, നീ വിഷമിക്കണ്ട. അവിടെ പോയി മുഖം എല്ലാവരുടെ മുന്നിലും വലിച്ചു കീറാൻ ദയവായിട്ട് തന്നെ നിനക്കൊരു അവസരം കൊണ്ടുതരും. അധികം വൈകാതെ തന്നെ. ആരുവിന്റെ വാടിയ മുഖം കണ്ട് ആരുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് കാർത്തു അവൾ ആശ്വസിപ്പിച്ചു. അവരധികം വൈകാതെ ഞാൻ പൂട്ടും. പക്ഷേ അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവർക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ചുണ്ടുകൂട്ടിക്കൊണ്ട് കാത്തു പറഞ്ഞു. അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കാത്തു അവിടെ? പെട്ടെന്നെന്തോ ഓർത്ത പോലെ ആര് ചോദിച്ചു. ഇല്ലടി. ആയിഷാർ എങ്ങനെയാ? ഇപ്പൊ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്നൊരാൾ അവിടെ ഇല്ലെന്ന ഭാവ, അതുകൊണ്ട് എനിക്ക് ആശ്വാസമുണ്ട്. പിന്നെ സാറിന്റെ പെങ്ങളൊരുത്തിയുണ്ട്, ആമി. അവൾ ഇത്തിരി കുഴപ്പക്കാരിയാ. അവളുടെ ജോലിക്കാരിയാണ് ഞാനെന്നാ അവളുടെ വിചാരം. പിന്നെ അവിടുത്തെ അമ്മയുടെ മുന്നിൽ അവൾ എന്നോട് വല്ലാതെ പ്രശ്നത്തിന് വരില്ല.
പിന്നെ ഞാൻ ജോലിക്ക് വരുന്നതിൽ അവൾക്ക് നല്ല എതിർപ്പായിരുന്നു. അമ്മക്ക് പിന്നെ പെൺകുട്ടികൾ വെറുതെ വീട്ടിലിരിക്കുന്നെന്ന മൈൻഡാണ്. ആമി കുറെ എതിർത്തപ്പോൾ അമ്മ എന്നോട് പോകാൻ പറഞ്ഞത്. ഞാൻ ജോലിക്ക് വരാതെ വീട്ടിലിരുന്നാൽ ശരിയാകില്ല, കുട്ടുവിന്റെ പഠനം മുടങ്ങുമെന്ന് അമ്മയോട് പറഞ്ഞു. അവര് വീണ്ടും ജോലിക്ക് പൊക്കോന്ന് പറഞ്ഞു. കാർത്തൻ വിശ്വാസത്തോടെ പറഞ്ഞത് കേട്ട് ആര് വിഷമത്തോടെ അവിടെ നോക്കി. നിനക്ക് ആ വീട്ടിൽ പറ്റില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങി വാ, ഞാൻ സഹായിക്കാം നിന്നെ. വേണ്ടടി, എന്തൊക്കെയായാലും ഇപ്പൊ പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, എനിക്കത് തന്നെ ധാരാളം. കാർത്ത് പറഞ്ഞതും മാരവളെ ചേർത്ത് പിടിച്ചു. സത്യങ്ങൾ അറിഞ്ഞതും ആയുഷ് പിന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാർത്തുവിനെ നോവിക്കാറില്ല. അവളൊന്നൊരാൾ അവിടെ ഇല്ലെന്ന ആയുഷിന്റെ ഭാവം. അതിൽ കാർത്തുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആമി അവൾക്ക് കാർത്തുവിനെ കണ്ണുനില കണ്ടുടാ. അതിന് കാരണം തൻ്റെ ഏട്ടനെ തന്നിൽ നിന്ന് അവൾ തട്ടിയെടുക്കുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇടയിൽ ഒരു കരടായിട്ടുണ്ട് ആമി. കാർത്തുവിനെ ആ വീട്ടിൽ ജോലിക്കാരിയാക്കി മാറ്റിയിരുന്നു അവള്. വെറുതെ അവർ തരുന്നത് തിന്നതിന് കൂലിയായി കാർത്തുവും ആ വീട്ടിൽ ജോലികൾ മുഴുവൻ ചെയ്യാൻ തുടങ്ങി. ആയുഷിന്റെ അമ്മ ഭവാനെ അതിൽ എതിർത്തുവെങ്കിലും കാർത്തു പിന്മാറിയില്ല. നമുക്ക് സ്റ്റാഫ് റൂമിൽ പോകാം, ഇപ്പൊ ബെല്ലടിക്കും. കാർത്തു കയ്യിൽ കെട്ടിയ വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് ആരുവിനോട് പറഞ്ഞു. പോകാം. അതും പറഞ്ഞ് ആര് ഇരുന്നേർന്ന് എണീറ്റതും പെട്ടെന്ന് കണ്ണിൽ ഇട്ട് കയറും പോലെയും ദേഹം കുഴയുന്ന പോലെയും തോന്നിയതും ആര് അവിടെ തന്നെ തലയിൽ താങ്ങിയിരുന്നു. എന്താരു, എന്ത് പറ്റിയടി? അറിയില്ലടി, പെട്ടെന്ന് കണ്ണിലൊക്കെ ഇരുട്ട് കയറും പോലെ തോന്നി. എങ്ങനെ ഇട്ട് കയറാതിരിക്കും? ഉച്ചക്ക് പോലും കൊത്തി പൊറുക്കി ഇരിക്കല്ലാതെ ഒന്നും കഴിച്ചില്ലല്ലോ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വെറുതെ ഓരോരോ അസുഖങ്ങൾ വരുത്തി വെക്കണ്ട. വാ, കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാം. അതും പറഞ്ഞ് കാർത്തും ആരുവിനെയും താങ്ങിപ്പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോയി. കുറച്ച് വെള്ളം കുടിച്ചപ്പോഴേക്കും ആരുവിനെ ക്ഷീണമൊക്കെ മാറിയിരുന്നു.